വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റു വേണ്ട നമ്മുടെ റൈഹാനും മദ്രസയിൽ പോകാനെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ വാപ്പോ റൈഹാനെയും കൊണ്ട് മദ്രസയിലോട്ട് പോവാണ്. റൈഹാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മദ്രസയിലോട്ട് പോയത് ഇന്ന്. പിന്നെ ദേണ്ട നമ്മുടെ റിച്ചുവിന് ഞാൻ വാരി കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം മുട്ട റോസ്റ്റ് വരെ രാവിലെ തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ റിച്ചുവിന് വാരി കൊടുക്കുന്നുണ്ട്. നമ്മുടെ റിച്ചുവിന് ഇന്ന് ട്യൂഷനുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് ഇന്ന് വൈകുന്നേരം വരെയാണ് നമ്മുടെ റിച്ചുവിന് ട്യൂഷൻ. അപ്പോൾ എന്തേ പോകാനെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെരുപ്പിടുന്നത് നോക്കുവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ചെരുപ്പിനകത്ത് അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാൻ ഭയങ്കര ഈർച്ചയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ആൾക്ക് നനഞ്ഞ ചെരുപ്പാണ് ഒട്ടും ഇടാറില്ല. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറയും, എൻ്റെ തോള് വേദനിക്കുന്നു, ഈ ബാഗ് ഒന്ന് പിടിക്കുമോ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് അതിനകത്ത് കുടിക്കാനുള്ള വെള്ളവും സ്നാക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ്. അപ്പം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങി എൻ്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ട്യൂഷൻ വീട്ടിൽ എത്തിയപ്പം വേറെ പിള്ളേരൊന്നും വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ റിച്ചുവാണ് ഫസ്റ്റിലേ വന്നത് കേട്ടോ. അപ്പോൾ റിച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മുടെ റിച്ചു ദേണ്ട ഉള്ളിലോട്ട് കയറിയിരിക്കാൻ പോവാണ്. അവിടെ ചെന്നതിൻ്റെ ഒരു ആക്ഷനാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒന്നുകൂടെ ഒരു ആക്ഷൻ കൂടി. പിന്നെ അവിടെ ചെന്ന് സ്റ്റൂളിലൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ ബുക്കൊക്കെ എടുത്ത് കൈ കൊടുത്തു കേട്ടോ. നമ്മുടെ റിച്ചു ഇപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. പിന്നെ എക്സാം ആയത് കാരണം വേർഡ്സും കാര്യങ്ങളൊക്കെ ടീച്ചർ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ ചേച്ചി കഞ്ഞി അസ്ത്രവും അച്ചാറും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് ഇടിയപ്പം ഞാനതുകൊണ്ട് കഴിക്കുന്നില്ല, കഞ്ഞി അസ്ത്രവും അച്ചാറും ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പലത്തിലെ ഈ കഞ്ഞിയും അസ്ത്രവും അച്ചാറും ഒക്കെ. അപ്പം നല്ല തേങ്ങാപ്പാലൊഴിച്ച കഞ്ഞിയും അസ്ത്രവും അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള തേങ്ങ ഒക്കെ തിരിഞ്ഞ് വെച്ചിട്ടോ നമുക്കിന്ന് തേങ്ങാക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കരിച്ചാളമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എല്ലാം തിരിഞ്ഞ് മാറ്റി അരച്ചെല്ലാം അവിടെ വെച്ചിട്ട് ദേണ്ട നമ്മൾ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇട്ട മീൻ ഐസ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെതമ്പൽ നന്നായിട്ട് ഇളകി വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് വെട്ടിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേണ്ട നമ്മുടെ ചോറ് അവിടെ വേവാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് കരിങ്കുറിഞ്ഞിയോ കരിനൊച്ചി ഏതാണ്ടാണ് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് പേര് പറഞ്ഞു തരാൻ അറിയത്തില്ല. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഇതും ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നടുവിന് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ആശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ റിച്ചുവിനെ ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് ചെന്നു കേട്ടോ. അപ്പോഴത്തേന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ആരും പോയിട്ടില്ല. കുറച്ച് പേരെ വിളിച്ചുകൊണ്ട് പോയി, കുറച്ച് പേര് അവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ട്യൂഷനുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി നമ്മുടെ റിച്ചുവിനെ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് റിച്ചു അവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നിട്ട് എന്നെക്കാളും മുമ്പേ ഓടുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരൊക്കെ പിടുത്തക്കാർ വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ തിരിച്ച് നടന്ന് വന്നിട്ട് പിന്നെ പതുക്കെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. എനിക്ക് പേടിയാണ്, റോഡിലോട്ട് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. വളവായത് കാരണം സ്പീഡിനായിരിക്കും വണ്ടി വരുന്നത്. അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം എന്തായാലും നേരെ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാം എനിക്കിപ്പോൾ വേണ്ട 1 മണിയായിട്ട് മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 1 മണിയൊക്കെ കഴിഞ്ഞ് 1:30 ആയി, കഴിക്ക് ട്യൂഷന് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഇച്ചിരി ഇങ്ങനെ ചുണ്ടിന് വെക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് കരിച്ചാളമത്തി തേങ്ങാക്കറിയും കരിച്ചാളമത്തി വറുത്തതുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റിച്ചുവിനെ ട്യൂഷൻ വീട്ടിലാക്കിയിട്ട് ഞാൻ റൈഹാനെ ട്യൂഷനാക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ട്യൂഷൻ വീട് വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കൂട്ടുകാർ പിള്ളേർ പോകുന്നുണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മി പോയിക്കോ, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പോയിക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ റൈഹാൻ അവരുമായിട്ട് ട്യൂഷന് പോയി. ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്ക് പിന്നെ ഞാനും റയാനും കൂടെ നമ്മുടെ റിച്ചുവിനെ വിളിക്കാൻ പോയി കേട്ടോ. ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടത്തി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ചേട്ടത്തിയുമായിട്ട് അവരുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അത് കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കാനും എന്തൊക്കെയോ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും റിച്ചുവും ചേട്ടത്തിയും കൂടെ ചേട്ടത്തിയുടെ വീട്ടിലോട്ട് നടന്നു പോവുകയാണേ. അങ്ങനെ നടന്നു പോയി അവരുടെ വീടെത്താറായി കേട്ടോ. അപ്പോൾ ഇനി ചേട്ടത്തിയുടെ അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, തുണി പറക്കാനോ കോഴിക്ക് തീറ്റി കൊടുക്കാനോ ഒക്കെ. അപ്പം ഞങ്ങൾ ഇത് പൂന്തോട്ടം അല്ല കേട്ടോ, അയ്യത്ത് നിൽക്കുന്നൊരു ചെടിയാണേ. നല്ല രസമുണ്ട് കാണാൻ. നല്ല സൂര്യകാന്തി പൂ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ദേ ഇവിടെ മൊത്തം അതാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചേട്ടത്തിയുടെ വീടെത്തി കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ ചേട്ടത്തിയുടെ വീട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചേട്ടത്തിയുടെ വീട്. അപ്പം നമ്മൾ വൈകുന്നേരം കോഴിക്കൊക്കെ തീറ്റി കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ചേട്ടത്തി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചേട്ടത്തിയുടെ വീട്ടിലോട്ടുള്ള വഴി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ചേട്ടത്തി കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വന്നതാണ് ഞങ്ങൾ. പിന്നെ അതേ നമുക്ക് ഉഴുന്നൊക്കെ അരയ്ക്കാനുണ്ട്. നമ്മുടെ വീട്ടിലെ മിക്സി കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നു. വേണ്ട നമ്മുടെ റിച്ചു വേണ്ട കേട്ടോ. എനിക്കാണ് റിച്ചു. ചേട്ടത്തി കോഴിയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അവർ വേണ്ട ഓടിക്കളിക്കുന്നുണ്ടേ.
അപ്പം നമ്മളിനി ഇവർ തീറ്റയൊക്കെ തിന്ന് കുറച്ച് കഴിയുമ്പോൾ അവരെ കൂട്ടിലൊക്കെ കയറ്റിയിട്ട് വീട്ടിൽ പോകും കേട്ടോ. ചേട്ടത്തിയുടെ കാന്താരി നിൽക്കുന്നുണ്ട്. കാന്താരി സുറുമി സുറുമി സുറുമിയെ സുറുമി സുറുമി അപ്പോൾ അതാണ് നമ്മൾ അകത്ത് കയറി കേട്ടോ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉഴുന്ന് ഞാനൊന്ന് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഉഴുന്നും നമ്മുടെ ചോറും കൂടാണ് കേട്ടോ നമ്മൾ അരയ്ക്കുന്നത്, വേറെ ഒന്നുമല്ല. നമുക്ക് ഇന്ന് നമ്മൾ പച്ചരിയല്ല അരയ്ക്കുന്നത്. ഇഡ്ഡലിക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മൾ ഉഴുന്നും ചോറും കൂടെ അരച്ച് ചേർക്കും. അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ച് മാറ്റി കേട്ടോ. ഇനി ചോറ് അരയ്ക്കാനായിട്ട് ചോറ് നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ ഉഴുന്നിൻ്റെ കൂടെ ആ ചോറും കൂടെ ഞാൻ ഒരു ചോറ്റുപാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള മോര് കാച്ചാനുള്ള അരപ്പും കൂടെ ഞാനൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു കിറ്റിനകത്ത് ആക്കിയിട്ട് നമുക്കിനി വീട്ടിലോട്ട് പോകാനിറങ്ങാവേ. അപ്പം നമ്മളെല്ലാം എടുത്തു. നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ അടുത്തൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, കുറച്ച് തോരൻ വെക്കാനും കുരട്ടാനും ഒക്കെ ഉള്ളത്. അങ്ങനെ ആ കടയിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അരിപ്പൊടിക്കകത്ത് നമ്മുടെ അരച്ച് വെച്ച നമ്മൾ ഉഴുന്നും ചോറും ഉണ്ടല്ലോ അതൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളില്ല എന്താ പറയുക, അമ്മിക്കല്ലിനകത്ത് ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കത്തില്ലേ, അരയ്ക്കുമ്പോൾ നമ്മൾ കൈവച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമല്ലോ, ആ ഒരു പരുവത്തിന് വേണ്ടി ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അന്നേരം നല്ല രീതിക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. അല്ലാതെ പച്ചരി മാത്രം അരച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് അങ്ങനെ വേണ്ട, ഇങ്ങനെയും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ സൂപ്പർ പൂ പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒക്കെയാണ് കേട്ടോ, പച്ചരി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിച്ചു എന്നോട് എന്തോത്തിനോ പിണങ്ങി മാറി നിന്നപ്പോഴത്തേക്കും നമ്മുടെ റൂബി വീഡിയോ എടുത്തതാണ് കേട്ടോ, നമ്മുടെ റിച്ചുവിൻ്റെത്. ഇങ്ങനെ മുഖം പൊത്തിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ആളിച്ചിരിക്കുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പം ഞങ്ങൾ റിച്ചുവിനെ കുറച്ച് കളിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ റിച്ചു ഓക്കെ ആയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ റിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രാത്രിയിലത്തേക്ക് എന്തോ കറിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേടുന്നത് പാചകത്തിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്, നമ്മുടെ ചേട്ടത്തി അവിടെ കറി വെക്കുന്നുണ്ട്, നമ്മുടെ റിച്ചു അവിടെ പഠിക്കുന്നുണ്ട്.